പ്രചരിപ്പിച്ചത് സോഷ്യൽ മീഡിയയിലെല്ലാം പ്രചരിപ്പിച്ചത് ബാക്കി പൈസ വെച്ചിട്ടാണ് ഗവൺമെന്റ് പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ നിയമസഭയിൽ ഉദാഹരണം പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾക്ക് ഒരാൾക്ക് ശമ്പളം കിട്ടുന്നു 50,000 രൂപ. അപ്പൊ നിങ്ങൾ എന്തൊക്കെയാണ് സാധാരണ പൈസ കിട്ടിക്കഴിഞ്ഞാൽ പലചരക്കടയിൽ കൊടുക്കണം, പാലുകാരന് കൊടുക്കണം, പത്രക്കാരന് കൊടുക്കണം, മീറ്റ് മേടിക്കണമെങ്കിൽ നോൺ വെജ് ആണെങ്കിൽ അവിടെ കൊടുക്കണം, മീൻകാർക്ക് കൊടുക്കണം, ഒരുപാട് ഒബ്ലിഗേഷൻസ്. ഇത് കഴിയുമ്പോൾ ഒന്നും ബഡ്ജറ്റ് കൊണ്ടുവരുന്നത്. ഇതിൽ 20,500 കോടി ഇപ്പം ഇല്ല, 15,000 കോടി ബാക്കിയുള്ളൂ. കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്തെ തെറ്റായ കണക്കാണ്. പ്ലാൻ അങ്ങനെ ഒരിക്കലും കൂട്ടാൻ പാടില്ല. അതായത് അവരുടെ ഒരു കണക്ക് 15ാം ധനകാര്യ കമ്മീഷന്റെ കാലത്ത് 55,000 കോടി രൂപ 5 കൊല്ലമായി റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് കിട്ടി. അതുകൊണ്ട് ഇനി വരാൻ പോകുന്ന 16ാം ധനകാര്യ കമ്മീഷനും അതുപോലെ ഗ്രാന്റ് തരും. ആദ്യത്തെ വർഷം 14,137 കോടി രൂപ കിട്ടും എന്ന് പ്ലാനിൽ എഴുതി വെച്ചു. അത് കിട്ടിയേക്കാം എന്നാണ് സംഭവം. പക്ഷെ 16ാം ധനകാര്യ കമ്മീഷൻ എന്ത് ചെയ്തു? റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് നിർത്തലാക്കി. അപ്പൊ പ്ലാനിലെ 14,137.69 കോടി ഇല്ല. മനസ്സിലാക്കണം. 2, 16ാം ധനകാര്യ കമ്മീഷൻ 15 ധനകാര്യ കമ്മീഷൻ നമുക്ക് തന്നിരുന്നത് 1.92% ഡെവല്യൂഷൻ നികുതി വിഹിതം. അപ്പോ കഴിഞ്ഞ ഗവൺമെന്റ് കണക്ക് കൂട്ടി അത് 2.8 കിട്ടുന്നു. ഏത് കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് കൂട്ടിയെന്ന് എനിക്കറിയില്ല. പക്ഷെ കിട്ടിയപ്പോ 2.38 കിട്ടിയുള്ളൂ. അതിൽ നഷ്ടം 5,758.93 കോടിയാണ്. ഇതിന് പുറമെ മറ്റേ ഗ്രാന്റ് കിട്ടുമെന്ന് പ്രതീക്ഷ ഗ്രാന്റ് കിട്ടാത്തത് 603 കോടി. അപ്പൊ 35,000 കോടി രൂപയുടെ പ്ലാനിൽ 20,500 കോടി ഇല്ല. ഒരു ഗവൺമെന്റും കേരള ചരിത്രത്തിൽ ഇതുവരെ ഫേസ് ചെയ്യാത്ത ഗുരുതരമായ സിറ്റുവേഷനാണ് നമ്മൾ. പ്ലാനിന്റെ 35,000 കോടിയിൽ ഇവർ പ്രതീക്ഷിച്ചെന്ന് പറഞ്ഞിട്ട് വെച്ച 20,500 കോടി ഇല്ല. അതാണ് ഏറ്റവും ഗുരുതരമായ സാഹചര്യം. ഒരു ഗവൺമെന്റ് അങ്ങനെ ചെയ്യാൻ പാടില്ല. കിട്ടിയേക്കാം, കിട്ടും എന്നെല്ലാം പറഞ്ഞ് പ്ലാൻ ഉണ്ടാക്കാമോ? അങ്ങനെ ഉണ്ടാക്കിയ പ്ലാനാണ്. നോക്കിക്കോ, ഷെയർ ഓഫ് സെൻട്രൽ ടാക്സസിൽ ആ ഷോർട്ട് ഫോള് 2.8 കിട്ടുമെന്ന് പ്രതീക്ഷിച്ചെടുത്ത് 2.3 കിട്ടിക്കഴിഞ്ഞപ്പോൾ 3 to 8 കിട്ടിക്കഴിഞ്ഞപ്പോൾ ഉള്ളത് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റിന്റെ 14,137 രൂപ ടോട്ടലാണ്. 20,500 ഞാൻ പറഞ്ഞതിന്റെ സ്പ്ലിറ്റപ്പ് ആണ് അടുത്ത്. അപ്പൊ പിന്നെ അതുകൂടാതെ സർക്കാർ അടിച്ചേൽപ്പിച്ച അധിക ബാധ്യത, പോയ സർക്കാർ അടിച്ചേൽപ്പിച്ച അധിക ബാധ്യത, ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഉള്ള DA DR കുടിശ്ശിക, DA ജീവനക്കാർക്ക്, DR പെൻഷൻകാർക്ക്, സപ്ലൈകോ കാരുണ്യ ഇൻഷുറൻസ് കോൺട്രാക്ടർമാർക്ക്, പിന്നെ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ SC ST കുടിശ്ശിക, ലോക്കൽ ബോഡിക്ക് അടക്കം 48,733 കോടി രൂപ. ഇതിൽ 21,690 കോടി രൂപ ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കണം. ഇതിന് കൂടാതെ കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് ശമ്പള കമ്മീഷന്റെ കാലാവധി പൂർത്തിയായി അവരുടെ റിപ്പോർട്ട് കൊടുത്ത് അതിന്മേൽ നടപടി ആ ഗവൺമെന്റ് എടുക്കണമായിരുന്നു. അത് മനഃപൂർവ്വം പേ കമ്മീഷൻ വെക്കാതെ അവസാന സമയത്ത് പേ കമ്മീഷൻ വെച്ച് ഈ ഗവൺമെന്റ് വരുമ്പോൾ പേ കമ്മീഷൻ റിപ്പോർട്ട് തന്ന് ഗുരുതരമായ ബാധ്യത ഒരു ഗവൺമെന്റിന്റെ തുടക്കത്തിൽ തന്നെ ഈ ഗവൺമെന്റിന് ഉണ്ടാക്കി വെക്കും. വേറെ ഇത് കൂടാതെ കിഫ്ബിയുടെയും പെൻഷൻ കമ്പനിയുടെയും ബാധ്യത ഈ തുകയിൽ ഉൾപ്പെട്ടിട്ടില്ല. അല്ലാതെയാണ് ഇത്രയും ഹ്യൂജ് എമൗണ്ട് വരുന്നത്. നോക്കിക്കോ, DRES 21,670, DR എന്ന് പറയുന്ന പെൻഷൻകാർക്കുള്ളത് 14,000. ബിൽ ഡിസ്കൗണ്ടിങ് സിസ്റ്റം ബാങ്കുകൾക്കും കോൺട്രാക്ടർമാർക്കുള്ള ആ ഡിസ്കൗണ്ടിങ് സിസ്റ്റം ഉണ്ട് കോൺട്രാക്ടർമാർക്ക് പൈസ കൊടുക്കുന്നത്. അതിൽ ബാങ്കുകൾക്ക് കൊടുക്കാനുള്ളത് 3,431 കോടി. UGC DRES യൂണിവേഴ്സിറ്റിയും കോളേജ് സ്റ്റാഫിന് 1,500 കോടി. ഹെൽത്ത് ഇതും കാസ്പ് അവരെ കാരുണ്യ സ്കീമിന് കൊടുക്കാനുള്ളത് 2,017 കോടി. സപ്ലൈകോയ്ക്ക് കൊടുക്കാനുള്ളത് 2,893 കോടി. മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ 476 കോടി. SC ST സ്കോളർഷിപ്പ് അരിയസ് പോലും കൊടുത്തിട്ടില്ല, 377 കോടിയാണ്. പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ 3ാം ഗഡു കൊടുക്കാതെയാണ് പോയത്, 1982. അങ്ങനെയാണ് 48,733 വരുന്നത്. ഇനി ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കേണ്ട തുക നേരെ DA അതെല്ലാം സപ്ലൈകോ KMC എല്ലാം ഇമ്മീഡിയറ്റ് ആയിട്ട് 21,000 കോടി രൂപ ഇപ്പൊ കൊടുക്കണം. പിന്നെ കേരളത്തിലെ ട്രഷറിയിൽ വലിയ തുക ക്യാഷ് ബാലൻസ് വെച്ചിട്ടാണ് സർക്കാർ പോയതെന്ന് പറഞ്ഞുള്ള വ്യാപകമായ പ്രചരണമാണ്. ഇത് 2015, 16, 17 സാമ്പത്തിക വർഷങ്ങളിൽ ട്രഷറിയും മെച്ചപ്പെട്ടായിരുന്നു. 17, 18, 19 അത് ബാലൻസ് കുറയാൻ തുടങ്ങി. ഈ ബാലൻസിൽ ഒരു കാര്യമില്ല. കാരണം വെച്ചാൽ ഓരോ സമയത്ത് വരുന്ന പൈസ ഇപ്പൊ ഒരു 6,000 കോടി വരാൻ കാര്യം IGSTയും സെൻട്രൽ ഗ്രാന്റും വന്നു. പക്ഷെ മെയ് 16 ആയപ്പോഴേക്കും അത് 2,000 കോടിയായിട്ട് ചുരുങ്ങി. മെയ് 16 2,212 കോടിയായി. അപ്പൊ ഈ പൈസ ഇപ്പോ പ്രചരിപ്പിച്ചത് സോഷ്യൽ മീഡിയയിലെല്ലാം പ്രചരിപ്പിച്ചത്
ബാക്കി പൈസ വെച്ചിട്ടാണ് ഗവൺമെന്റ് പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ നിയമസഭയിൽ ഉദാഹരണം പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾക്ക് ഒരാൾക്ക് ശമ്പളം കിട്ടുന്നു 50,000 രൂപ. അപ്പൊ നിങ്ങൾ എന്തൊക്കെയാണ് സാധാരണ പൈസ കിട്ടിക്കഴിഞ്ഞാൽ പലചരക്കടയിൽ കൊടുക്കണം, പാലുകാരന് കൊടുക്കണം, പത്രക്കാരന് കൊടുക്കണം, മീറ്റ് മേടിക്കണമെങ്കിൽ നോൺ വെജ് ആണെങ്കിൽ അവിടെ കൊടുക്കണം, മീൻകാർക്ക് കൊടുക്കണം, ഒരുപാട് ഒബ്ലിഗേഷൻസ്. ഇത് കഴിയുമ്പോൾ ഒന്നും ഉണ്ടാവില്ലല്ലോ സാധാരണ. പക്ഷെ നിങ്ങൾ വീട്ടിൽ ചെന്ന് മുറി അടച്ചിട്ട് നിങ്ങളുടെ ജീവിത പങ്കാളിയോട്, രണ്ടുപേരും ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പറയുവാണ്, 50,000 രൂപ പോക്കറ്റിലുണ്ട്, ഇവിടെ ഇരിക്കുന്നുണ്ട് 50, ഒറ്റ പൈസ ഇല്ല, കണ്ടാന്നേ. പക്ഷെ വാതിൽ തുറക്കാൻ പറ്റില്ല. എന്താ വാതിൽ തുറന്ന പലചരക്കടക്കാർ നിൽക്കുവാണ്, പാലുകാർ നിൽക്കുവാണ്, പത്രക്കാർ നിൽക്കുവാണ്, മീൻ കൊണ്ടുവന്ന് ചേച്ചി വരെ അവിടെ നിൽക്കുവാണ് വാതിക്കാൻ. ഇതാണ് ഈ ബാക്കി ഖജനാവിൽ വെച്ചിട്ടെന്ന് പറഞ്ഞതിന്റെ വളരെ സിമ്പിളായിട്ട് സാധാരണക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഉദാഹരണം പറഞ്ഞത്. ഇതാണ് ബാക്കി വെച്ചേക്കണെന്ന് പറഞ്ഞത്. എന്നാ ബാക്കി വെച്ചാൽ 3-ാം ഗഡു കൊടുത്തിട്ട് പോയിരുന്നില്ലേ? ഏറ്റവും SC/ST കുട്ടികളുടെ സ്കോളർഷിപ്പ് കൊടുത്തിട്ട് പോയിരുന്നില്ലേ? സ്കോളർഷിപ്പ് കൊടുക്കാനുള്ള തുകയാണ്, അത് കൊടുത്തില്ല. 3-ാം ഗഡു കൊടുത്തില്ല. മരുന്ന് മേടിക്കാനുള്ള കാശ് KMCSL കൊടുക്കാൻ പാടില്ലായിരുന്നു, അതും കൊടുത്തില്ല. ഒടുക്കത്തെ വിലക്കയറ്റമാണ് കേരളത്തിൽ. 2,893 കോടി രൂപ കൊടുക്കാനുണ്ട് സപ്ലൈകോയ്ക്ക്. മാർക്കറ്റിൽ ഇടപെടേണ്ട ഏജൻസിയാണ്, കൊടുത്തില്ല. അപ്പൊ ഇത് ഈ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി നടത്തിയ ഒരു കാര്യമാണ് ഈ ട്രഷറി ബാലൻസ്. മനസ്സിലായല്ലോ? ഇത്രയും ബാധ്യത വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് ട്രഷറിയുടെ കണ്ടില്ലേ ആ ബാലൻസ്, ക്ലോസിംഗ് ബാലൻസ് അവസാനത്ത് നോക്കിയ 2024-25 10 മാസം നെഗറ്റീവായിരുന്നു. ഏത് ട്രഷറി പൈസ ഉണ്ടായില്ല 12 മാസത്തില്. കഴിഞ്ഞ വർഷം 7 മാസം നെഗറ്റീവായിരുന്നു ഈ തുക. ഇപ്പോൾ ഇത് അവസാനം 16-ാം തീയതി 2,212 കോടിയാണ്. അപ്പൊ അത്രയും നമുക്ക് ഒബ്ലിഗേഷൻസ് ഉണ്ട്, ഡെറ്റ് ഒബ്ലിഗേഷൻസ് ഉണ്ട് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്.